ഫ്ലവറിന്റെ ഡിഫറെന്റ് പാർട്സ് ഏതൊക്കെയാണെന്ന് പഠിച്ചു. ഏതൊക്കെയായിരുന്നു? കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം, ഗൈനീഷ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് ഫ്ലവറിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ പഠിക്കാം. എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ദിസ് ക്ലാസിഫിക്കേഷൻ ഈസ് based on position of the floral parts on thalamus. Position of the floral parts on thalamus in respect of gynecium. അപ്പോൾ ഈ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ തലാമസ് കപ്പിന്റെ മുകളിൽ ഫ്ലോറൽ പാർട്സ്, ഏതൊക്കെ ഫ്ലോറൽ പാർട്സ്? കാലിക്സും, കൊറോളയും, ആൻഡ്രീഷ്യവും, ഗൈനീഷ്യവും ഏതൊക്കെ പൊസിഷനിലാണ് അറേഞ്ച് ചെയ്തിരുന്നത് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ക്ലാസിഫിക്കേഷൻ. ഇൻ റെസ്പെക്ട് ഓഫ് ഗൈനീഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പം ഗൈനീഷ്യത്തിന്റെ പൊസിഷൻ എവിടെയാന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഈ ഗ്രൂപ്പുകൾക്ക് പേര് കൊടുക്കുന്നത്. ഓക്കെ, ഇൻ റെസ്പെക്ട് ഓഫ് ഗൈനീഷ്യം. അപ്പോൾ ഈ ക്ലാസിഫിക്കേഷനിൽ എത്ര ടൈപ്പ് ഉണ്ട് നോക്കാം. അപ്പോൾ അക്കോർഡിംഗ് ടു ദിസ് ക്ലാസിഫിക്കേഷൻ ദ ഫ്ലവേഴ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 3 ടൈപ്സ്. അതെ, 3 ടൈപ്പ് ഉണ്ട്. അതിന്റെ പേരുകളാണ്. ഫസ്റ്റ് വൺ ഈസ് ഹൈപ്പോഗൈനസ്. ഫസ്റ്റ് വണ്ണിന്റെ പേര് ഹൈപ്പോഗൈനസ് ഫ്ലവർ. സെക്കൻഡ് വൺ ഈസ് perigynous flower, and third one is epigynous flower. Okay, hypogynous, perigynous and epigynous flower. Okay, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു ഫ്ലവറിന്റെ സ്റ്റോക്കിന് എന്താ പറയാ? എന്താണ് പറയാ? പെഡിസൽ എന്ന് പറയും. പെഡിസലിന്റെ ബേസ് പോർഷൻ, ഫ്ലവർ വരുന്ന ബേസ് പോർഷൻ എങ്ങനെ ഇരിക്കും? കുറച്ച് സ്വള്ളനായിട്ടുള്ളതായിരിക്കും, കുറച്ച് കട്ടി കൂടിയതായിരിക്കും, ഇല്ലേ? കുറച്ച് കട്ടി കൂടിയ ഭാഗമായിരിക്കും. ഈ ഭാഗത്തിനാണ് എന്ത് പറയുന്നത്? തലാമസ് എന്ന് പറയാം. അപ്പം ഒരു തലാമസ് കപ്പിന്റെ മുകളിലാണ് ആരുള്ളത്? നമ്മളുടെ ഫ്ലവർ ഉള്ളത്. ഈ ഫ്ലവറില് ഫ്ലോറൽ പാർട്സ് ഏതൊക്കെയാണ്? കാലിക്സും, കൊറോളയും, ആൻഡ്രീഷ്യവും, ഗൈനീഷ്യവും ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? തലാമസ് കപ്പിന്റെ മുകളിലാണ്. അപ്പോൾ അതില് ഈ ഫ്ലോറൽ പാർട്സ് തലാമസിന്റെ എവിടെയാണെന്ന്, ഏത് പൊസിഷനിലാണെന്ന് നോക്കിയിട്ടാണ് ഈ ക്ലാസിഫിക്കേഷൻ. പേര് കൊടുത്തിരിക്കുന്നത് ഗൈനീഷ്യം എവിടെയാണെന്ന് നോക്കിയിട്ടാണ്. അപ്പം പേരിൽ തന്നെ എന്തുണ്ട്? ഹൈപ്പോഗൈനസ്, പെരിഗൈനസ്, എപ്പിഗൈനസ്. മൂന്നും ഗൈനീഷ്യത്തിന്റെ പൊസിഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പേര് കൊടുത്തത്. അപ്പം ഹൈപ്പോഗൈനസ്. എന്താണ് ഹൈപ്പോഗൈനസ്? അതറിയാൻ നമുക്ക് ഇതിന്റെ പിക്ചർ ഒന്ന് വരയ്ക്കാം അല്ലെ?
ഇതാണ് 3 ടൈപ്പ് ഫ്ലവേഴ്സിന്റെ സ്ട്രക്ചർ. ഇതിൽ ഓരോന്നിലും ഗൈനീഷ്യത്തിന്റെ പൊസിഷൻ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ഹൈപ്പോഗൈനസിൽ എങ്ങനെയാണ്? ഗൈനീഷ്യം എവിടെയാണുള്ളത്? തലാമസ് കപ്പിന്റെ മുകളിൽ. പെരിഗൈനസിൽ എവിടെയാണുള്ളത്? ഗൈനീഷ്യം തലാമസ് കപ്പിന്റെ സെന്ററിൽ. എപ്പിഗൈനസ് ഫ്ലവറിൽ എവിടെയാണ് ഗൈനീഷ്യം ഉള്ളത്? ഏറ്റവും താഴെ. തലാമസിന്റെ താഴെ ആയിട്ടാണ് ആരുള്ളത്? ഗൈനീഷ്യം ഉള്ളത്. അപ്പോൾ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നത് വാട്ട് യു മീൻ ബൈ ഹൈപ്പോഗൈനസ്, പെരിഗൈനസ്, എപ്പിഗൈനസ്. അപ്പൊ ആദ്യം പേര് പഠിക്കുക. അപ്പൊ നമുക്ക് ഓരോന്നിനെ കുറിച്ച് പഠിക്കാം അല്ലെ? അപ്പൊ ഹൈപ്പോഗൈനസ് ഫ്ലവർ ഇതിൽ പിക്ചറിൽ എങ്ങനെയാണ്? ഇതിൽ ഗൈനീഷ്യത്തിന്റെ പൊസിഷൻ എങ്ങനെയാണ്? In the case of hypogynous flower, the gynecium is present at the top of the thalamus. Okay, തലാമസിന്റെ ഏറ്റവും മുകളിലാണ് ആരുള്ളത്? ഗൈനീഷ്യം ഉള്ളത്. In the case of hypogynous flower, the gynecium is present at the top of the thalamus. അപ്പൊ ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഗൈനീഷ്യം എവിടെയാണുള്ളത്? ഗൈനീഷ്യം is present at the top of the thalamus. അപ്പൊ ഗൈനീഷ്യത്തിന്റെ കാര്യം കഴിഞ്ഞു. ബാക്കിയുള്ള ഫ്ലോറൽ പാർട്സ് ആരൊക്കെയാണ്? നമ്മളുടെ കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം. അപ്പൊ അവരൊക്കെ എവിടെയാണുള്ളത്? ഓൾ അതർ ഫ്ലോറൽ പാർട്സ് ആർ പ്രസന്റ് ബിലോ ദ ഗൈനീഷ്യം അല്ലെ? ഈ ഗൈനീഷ്യത്തിന്റെ താഴത്തായിട്ടാണ് ആരൊക്കെ ഉള്ളത്? ആൻഡ്രീഷ്യവും കൊറോളയും കാലിക്സും ഉള്ളത്. അപ്പോൾ ഓൾ അതർ ഫ്ലോറൽ പാർട്സ്, ഓൾ അതർ ഫ്ലോറൽ പാർട്സ് എവിടെയുള്ളത്? ഓൾ അതർ ഫ്ലോറൽ പാർട്സ് പ്രസന്റ് ബിലോ ദ ഗൈനീഷ്യം. എവിടെയാണുള്ളത്? ബിലോ ഗൈനീഷ്യം. തേർഡ് പോയിന്റ് എന്താണ്? അപ്പോ മൂന്നാമത്തെ പോയിന്റ് ഇതിലുള്ള ഓവറിന്റെ പ്രത്യേകത എന്താണ്? ഇൻ ദിസ് കേസ് ദ ഓവറി ഈസ് സുപ്പീരിയർ അല്ലെ? എല്ലാത്തിന്റെയും മുകളിലായിട്ട് ആരാണുള്ളത്? ഇതിന്റെ ഓവറി ആണുള്ളത്. അപ്പോ ഇതിന്റെ ഓവറി എന്ത് പറയും? ദ ഓവറി ഈസ് സെഡ് ടു ബി സുപ്പീരിയർ ഓവറി. അപ്പോ ഓവറി എന്ത് പറയും? സുപ്പീരിയർ ഓവറി എന്ന് വിളിക്കും. അപ്പൊ ഓവറി ഈസ് സെഡ് ടു ബി, ഓവറി എന്താണ്? superior ovary. അപ്പോ in the case of hypogynous flower, first point എന്താണ്? In the case of hypogynous flower, the gynecium is present at the top of the thalamus. Gynecium is present at the top of the thalamus cup. Second point എന്താണ്? All other floral parts. എവിടെയാണുള്ളത്? All other floral parts present below the gynecium. All other floral parts present below the gynecium. Third point എന്താണ്? നമ്മുടെ ഓവറിനെ എന്താ വിളിക്കുന്നത്? In this case the ovary is said to be superior ovary. ഓവറിനെ എന്താ വിളിക്കുക? superior ovary എന്നാണ് വിളിക്കുക. അപ്പൊ 3 പോയിന്റ് മനസ്സിലായല്ലോ. ഗൈനീഷ്യം ടോപ്പ് ഓഫ് ദ തലാമസിൽ. സെക്കൻഡ് പോയിന്റ് എന്താണ്? all other floral parts എവിടെയാണുള്ളത്? below the gynecium. Ovary is said to be superior ovary. 3 പോയിന്റ്സ്. ഇനി ഇതിന്റെ എക്സാമ്പിൾ നിങ്ങൾക്ക് അറിയുന്ന സാധനമാണ്. ഏതൊക്കെയാണ് എക്സാമ്പിൾ വരുന്നത്? ഹിബിസ്കസ്, ഹിബിസ്കസും ബ്രിഞ്ചാളും. ഹിബിസ്കസും ബ്രിഞ്ചാളും എന്തിന്റെ എക്സാമ്പിൾ ആണ്? ഹൈപ്പോഗൈനസ് ഫ്ലവറിന് എക്സാമ്പിൾ ആണ്. അപ്പൊ ഹൈപ്പോഗൈനസ് മനസ്സിലായി. ഇനി എന്താണ് പെരിഗൈനസ്? പെരിഗൈനസ് പിക്ചർ കണ്ടാലും ഈ പേര് കേട്ടാലും മനസ്സിലാവില്ലേ? ഓക്കെ, ഒന്ന് ആലോചിക്കേ. പെരിഗൈനസിന്റെ ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഗൈനീഷ്യത്തിന്റെ പൊസിഷൻ പറഞ്ഞോളൂ. ഗൈനീഷ്യത്തിന്റെ പൊസിഷൻ എന്താണ്? ഗൈനീഷ്യം എവിടെയാണുള്ളത്? തലാമസ് കപ്പിന്റെ സെന്ററിലാണുള്ളത്. അപ്പം ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഇൻ ദ കേസ് ഓഫ് പെരിഗൈനസ് ഫ്ലവർ, ഗൈനീഷ്യം ഈസ് പ്രസന്റ് at the center of the thalamus. Present at the center of the thalamus. അപ്പോ തലാമസിന്റെ സെൻട്രൽ പൊസിഷനിലാണ് ആരുള്ളത്? അല്ലെങ്കിൽ മിഡിൽ പൊസിഷനിലാണ് ആരുള്ളത്? നമ്മളുടെ ഗൈനീഷ്യം ഉള്ളത്. In this case, gynecium is present at the center of the thalamus or the middle of the thalamus. ഇനി ബാക്കിയുള്ള ഫ്ലോറൽ പാർട്സ് എവിടെയാണുള്ളത്?
all other floral parts, ബാക്കിയുള്ള floral parts andrecium, corolla, calyx, all other floral parts, all other floral parts എവിടെയുള്ളത്? all other floral parts present at the rim of the thalamus, എവിടെയുള്ളത്? rim of thalamus. all other floral parts are present at the rim of the thalamus. അപ്പോൾ 2 പോയിന്റ് കഴിഞ്ഞു. എന്താണ്? in this case gynoecium is present at the center of the thalamus. all other floral parts are present at the rim of the thalamus. third point എന്താണ്? in this case the ovary എന്ത് വിളിക്കും? ovary is said to be മുഴുവനായിട്ടും inferior അല്ല, അതുകൊണ്ട് എന്ത് വിളിക്കും? half inferior എന്ന് പറയും. this ovary is said to be half inferior. The ovary is said to be half inferior. അപ്പോ പെരിഗൈനസ് ഫ്ലവറിലെ 3 പോയിന്റ്സ് എന്തൊക്കെയാണ്? എക്സാമ്പിൾ ആണ് റോസും പ്ലമ്മും. ഇവിടെ റോസാ ചെടിയും പ്ലമ്മും. rose and plum. Next one is epigynous flower. Okay, epigynous flower എന്ന് പറഞ്ഞാൽ നമുക്ക് പിക്ചർ കണ്ടാൽ തന്നെ മനസ്സിലാവും എന്താണ്. ഇതിൽ ഗൈനീഷ്യത്തിന്റെ പൊസിഷൻ എവിടെയാണ്? ഏറ്റവും താഴെയാണ് ഗൈനീഷ്യം ഉള്ളത്. അപ്പൊ ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഗൈനീഷ്യം ഈസ് പ്രസന്റ് എവിടെയാണ്? ലോവർ പൊസിഷൻ. ഗൈനീഷ്യം എവിടെയാണുള്ളത്? എല്ലാത്തിനും താഴെയായിട്ടാണ് ഗൈനീഷ്യം ഉള്ളത്. അപ്പൊ ഗൈനീഷ്യത്തിന്റെ മുകളിലായിട്ട് എന്തൊക്കെ ഉണ്ട്? നമ്മുടെ കാലിക്സ് ഉണ്ട്, കൊറോള ഉണ്ട്, ആൻഡ്രീഷ്യം ഉണ്ട്. അപ്പൊ all other floral parts എവിടെയാണ്? all other floral parts present above the gynoecium. അപ്പം ഗൈനീഷ്യത്തിന്റെ മുകൾ ഭാഗത്തായിട്ടാണ് ആരുള്ളത്? ബാക്കിയുള്ള എല്ലാ ഫ്ലോറൽ പാർട്സും ഉള്ളത്. above the gynoecium. Okay, third point എന്താണ്? ഇതില് ഓവറി എവിടെയുള്ളത്? മുകളിലാണോ താഴെയാണോ? ഏറ്റവും താഴെയാണുള്ളത്. അപ്പോൾ എന്ത് പറയും? the ovary is said to be inferior. ഓവറിക്ക് എന്ത് പറയും? ഓവറിക്ക് പറയുന്നത് ovary is inferior ഓവറി ആണ് ഇതിനുള്ളത്. എപ്പിഗൈനസ് ഫ്ലവറിനുള്ള ഓവറി ഏതാണ്? inferior ഓവറി ആണ്. എപ്പിഗൈനസ് ഫ്ലവറിലെ എക്സാമ്പിൾ ഏതൊക്കെയാണ്? എക്സാമ്പിൾ നമുക്ക് അറിയാവുന്ന ഗോവ, പേരക്ക ഇതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. അതുപോലെ നമ്മുടെ കുക്കുംബർ ഒരു എക്സാമ്പിൾ ആണ്. നിങ്ങൾ പേരക്ക കണ്ടിട്ടുണ്ടോ? പേരക്ക എങ്ങനെയാണ് ഉണ്ടാവാറ്? ഇതൊരു പേരക്കയാണെങ്കിൽ നിങ്ങൾ പേരക്കന്റെ മുകൾ ഭാഗം എവിടെ ഒരു കറുത്ത കളറിൽ കാണാം, അത് മുറിച്ച് മാറ്റാറില്ലേ? അതിലെങ്ങനെ ഉണ്ടാവുക? അതിൽ കാലിക്സും കൊറോളയൊക്കെ ഉണ്ടാവും. ആ ഭാഗം മുറിച്ച് മാറിയിട്ടാണ് ബാക്കിയുള്ള ഭാഗമാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരു പേരക്കന്റെ രൂപം. ബാക്കിയുള്ള മുകൾ ഭാഗത്തുള്ളതൊക്കെ എന്താണ്? ഏറ്റവും താഴ്ഭാഗത്താണ് അതിന്റെ ഓവറി ഉള്ളത്. ഓക്കെ, അപ്പോൾ ഓവറി എന്താണ്? ഓവറി ഇൻഫീരിയർ ആണ്. ഈ ഓവറിയാണ് എന്തായാലും ലാസ്റ്റ് മാറുന്നത് ഫ്രൂട്ട് ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചെന്താണ്? നമ്മൾ പഠിച്ചത് ബേസ്ഡ് ഓൺ ദ പൊസിഷൻ ഓഫ് ഫ്ലോറൽ പാർട്സിന്റെ പൊസിഷൻ അനുസരിച്ചിട്ട് ഫ്ലവേഴ്സ് 3 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഹൈപ്പോഗൈനസ്, പിന്നെ പെരിഗൈനസ്, പിന്നെ എപ്പിഗൈനസ്. നമ്മുടെ ഹൈപ്പോഗൈനസ് എന്താണ്? പേര് പോലെ തന്നെ ഓവറി എവിടെയാണുള്ളത്? ഗൈനീഷ്യം എവിടെയാണുള്ളത്? ഹൈപ്പോഗൈനസില്. In the case of hypogynous flower, the ovary is present above the thalamus cup. Thalamus cupന്റെ മുകളിലായിട്ട്. Second one perigynous എവിടെയുള്ളത്? ഗൈനീഷ്യം. In the case of perigynous flower, the gynecium is present at the center of the thalamus cup. Thalamus cupന്റെ സെന്ററിലായിട്ട്. Third one epigynous flower ലോ. In the case of epigynous flower, the gynecium is present at the lower position. ഏറ്റവും താഴെയാണ് ആരുള്ളത്? നമ്മുടെ ഗൈനീഷ്യം ഉള്ളത്. അപ്പോൾ ഫസ്റ്റത്തെ കേസിൽ ഓവറി എങ്ങനെയായിരുന്നു? ഓവറി ഈസ് സുപ്പീരിയർ ഓവറി. സെക്കൻഡ് വണ്ണിൽ എങ്ങനെയായിരുന്നു? ഓവറി ഈസ് എന്തായിരുന്നു? ഹാഫ് ഇൻഫീരിയർ. തേർഡ് വണ്ണിൽ എന്താണ്? ഓവറി ഈസ് ഇൻഫീരിയർ.
അപ്പൊ ആ 3 പോയിന്റ്സും ഓരോന്നിനും ആലോചിക്കുക, എക്സാമ്പിൾസ് ആലോചിക്കുക. ഫസ്റ്റ് വൺ നമ്മുടെ ഹൈപ്പോഗൈനസ് ഫ്ലവറിന്റെ എക്സാമ്പിൾ ഏതൊക്കെയാണ്? നമ്മൾ അറിയുന്ന ഹിബിസ്കസ് ആണ്, പിന്നെ ബ്രിഞ്ചാളും. സെക്കൻഡ് വൺ പെരിഗൈനസ് ഫ്ലവറിന്റെ റിമ്മില്, ബാക്കിയുള്ള ഫ്ലോറൽ പാർട്സ് റിമ്മിൽ കാണുന്നത് ഏതിലാണ്? നമ്മുടെ റോസാപ്പൂവിലും പ്ലമ്മിലും ഒക്കെ ഏതാണ്? നമ്മുടെ പെരിഗൈനസ് ഫ്ലവർ ആണ്. ലാസ്റ്റ് വൺ നമ്മുടെ എപ്പിഗൈനസ് ഫ്ലവർ, നമ്മൾ പറഞ്ഞ പേരക്ക, ഗോവയിലും ഇതിലൊക്കെ കുക്കുംബറിലൊക്കെ ഏതാണ്? നമ്മുടെ എപ്പിഗൈനസ് ഫ്ലവർ ആണ്. ഓക്കെ, ഇതിൽ എല്ലാവർക്കും മനസ്സിലായില്ലേ? ഓക്കെ, താങ്ക് യു.